നീക്കം കൊണ്ട് അവിടെ സംഭവങ്ങളൊക്കെ വെച്ച് അടച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ആവിയൊക്കെ വന്ന് പുട്ടായിട്ടുണ്ട്. നമുക്ക് എന്തായാലും പുട്ട് ചട്ടിയിലോട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങോട്ട് കമത്തുക. പുട്ട് അങ്ങനെ നമ്മുടെ സീ ഫുഡ് പുട്ട്, സീപോർട്ട് സ്പെഷ്യൽ സീ ഫുഡ് പുട്ട് റെഡി ആയിട്ടുണ്ട്. അവിടെ ഒന്ന് വെച്ചോളൂ. അപ്പോൾ ഇത് നമ്മുടെ സീ ഫുഡ് പുട്ട്, സീപോർട്ട് ഹോട്ടലിൻ്റെ സീ ഫുഡ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ അടുത്ത് ദോശ ഉണ്ടാക്കാം. ചേട്ടനാണോ ദോശ ഉണ്ടാക്കണേ? ചേട്ടാ ദോശ, സീപോർട്ട് ദോശ അങ്ങോട്ട് വയ്ക്കാതെ. അപ്പോൾ നമ്മൾ സീ ഫുഡ് ദോശ, സീപോർട്ട് സ്പെഷ്യൽ സീ ഫുഡ് ദോശ എങ്ങനെ തുടങ്ങാൻ പോവാണ്, മേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ജിജോ ചേട്ടനാണ് നമുക്ക് ഇന്ന് ഇപ്പോൾ ദോശ, സീ ഫുഡ് ദോശ ഉണ്ടാക്കി തരാൻ പോണത്. ബേസിലായിട്ട് നമ്മൾ എൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇപ്പോൾ ഉണ്ട്. നല്ലതായിട്ട് ഫൈനായിട്ട് ശരിക്കും പരത്തിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ എന്താണ് ആഡ് ചെയ്യാൻ പോകുന്നത്? സീ ഫുഡ്, സ്ക്വിഡും പ്രോൺസും മസാലയും. അപ്പോൾ സ്ക്വിഡും പ്രോൺസും മസാലയുമാണ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകണം. നമ്മൾ സീ ഫുഡ് സ്പെഷ്യൽ ദോശ നമ്മൾ പുട്ടിന് ഉപയോഗിച്ചില്ലേ, സെയിം കൂട്ടാണ് മസാല. അപ്പോൾ നമ്മുടെ ദോശയിനകത്തോട്ട് ഇപ്പം ഇടും, ഇപ്പം അല്ല കുറച്ചേ ഉണ്ട് ഇടും. ഇതൊന്നും മറിച്ചിടില്ല, തിരിച്ചിടും അല്ലേ? നമ്മൾ തിരിച്ചിടാൻ പോകണം. നമ്മുടെ ദോശ നന്നായിട്ട് പരത്തി അങ്ങ് വെച്ചേക്കാണ്. പേപ്പർ റോസ്റ്റ് പോലായി അല്ലേ? അതിനകത്തോട്ട് നമ്മൾ സീ ഫുഡ് അങ്ങ് ഫില്ല് ചെയ്തു. ശരിക്കും നമ്മൾ ഇത്തിരി സവോളയല്ലോ ഓണിയൻ, നമ്മുടെ ഇത് ചുവന്നുള്ളി, ചെറുള്ളി ഇത്തിരി ഒന്ന് വിതറി നന്നായിട്ടങ്ങ് മടക്കി ഒന്ന് മറിച്ചിട്ട് നമ്മുടെ ഇതുമായി സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സീ ഫുഡ് സ്പെഷ്യൽ ദോശയും സീ ഫുഡ് സ്പെഷ്യൽ പുട്ടും നമ്മുടെ തറവാടി താറാവ് കറിയും ചെമ്മീൻ തീയലും എല്ലാം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ താങ്ക് യു ബേസിലേട്ടാ. അപ്പോൾ താങ്ക് യു ജിജോ ചേട്ടാ. സോറി. അപ്പോൾ തന്നെ ഞാൻ കഴിക്കാൻ പോവാണ്. എനിക്കൊരു സുലൈമാനും കൂടി തരണം. തരൂ? ഓക്കെ. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് എന്തായാലും പുറത്തിരുന്ന് കഴിക്കാം അല്ലേ? നമുക്ക് ഇവിടെ ഉണ്ടല്ലോ നല്ല കാറ്റൊക്കെ കൊണ്ട് പുറത്തിരുന്ന് കഴിക്കാം അല്ലല്ലോ? താങ്ക് യു. അപ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്ന് എത്തിയല്ല പറഞ്ഞ് തുടങ്ങുമ്പോൾ സാധനം വന്നു. അടുക്കളയിൽ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ടേബിളിൽ സാധനം കിട്ടി. ശരിക്കും നല്ലൊരു അറ്റ്മോസ്ഫിയർ കേട്ടോ. എന്താ പറയുക, ഒരു ഡിം ലൈറ്റിലൊക്കെ ഇങ്ങനെ നിന്ന് കഴിക്കാം. ശരിക്കും ഒരു ക്യാൻഡിൽ ലൈറ്റും കൂടെ ഉണ്ടായിരുന്നു പൈസ കഴിക്കട്ടെ. അപ്പോൾ സാർ ഇതിപ്പോൾ എന്ന് വരെ പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ 1-ാം തീയതി വരെ പോവാം. 1-ാം തീയതി വരെ അല്ലേ? 1-ാം തീയതിയോ നവംബർ 1-ാം തീയതി, അല്ലെങ്കിൽ ആ എൻഡ് വീക്കെൻഡ് സൺഡേ വരെ പോവാം. ഓക്കെ, വീക്കെൻഡ്. അപ്പോൾ നവംബർ 1-ാം തീയതി വരെ നമുക്കിതിവിടെ ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം. എപ്പോൾ വേണമെങ്കിലും വരാം. അതായത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴത്തേക്കല്ലോ അപ്പോൾ ഇതും നമ്മുടെ ചമ്മന്തിയും. ഇതിപ്പം തട്ടുകട സ്റ്റൈൽ ആയതുകൊണ്ടാണ് നമ്മൾ ആ രീതി തന്നെ സെർവ് ചെയ്യുന്നത് ആണല്ലേ? എന്തായാലും നമ്മളെ വെള്ളം സീ ഫുഡ് ദോശ ടേസ്റ്റ് ചെയ്തേ. ദോശയുടെ പൊടിയും നമ്മുടെ കുഴമ്പുളിയുടെ പൊടിയും ഒരു മിക്സിങ്. ചെമ്മീൻ്റെ സ്റ്റോക്ക് ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റോക്ക് ശരിക്കും ഇറങ്ങിയിട്ട് നമുക്ക് ആ ഒരു ഫുഡിനേക്കാളും കൂടുതൽ നമുക്ക് ചെമ്മീൻ്റെ ടേസ്റ്റാണ് കൂടുതലാണല്ലേ? അതാ നമ്മളതാണ് ഉദ്ദേശിക്കുന്നത് തന്നെ. സീ ഫുഡ് ദോശ എന്ന് പറയുമ്പോൾ യു ഷുഡ് ഫീൽ ദാറ്റ് സീ ഫുഡ് കഴിക്കുന്നതൊപ്പം തന്നെ അതൊരു മെയിൻ കോഴ്സായിട്ട് മീലായിട്ട് തന്നെ കഴിക്കാം. മെയിൻ മീലായിട്ട് തന്നെ കഴിക്കാം. ദോശ എന്നുള്ളൊരു ഇതില്ല. ഇപ്പം അതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ചട്നി സാമ്പാറിൻ്റെ ആവശ്യം ഇല്ല. പിന്നെ ദോശയുടെ കൂടെ ചട്നി സാമ്പാർ വേണമല്ലോ. അത് ശീലമായി പോയില്ല. എന്തായാലും താങ്ക് യു. പേരെന്താണ്? ഷറഫുദ്ദീൻ അല്ലേ? താങ്ക് യു. അപ്പോൾ ഷറഫുദ്ദീൻ എനിക്ക് ചായ കൊണ്ട് തന്നത്. അപ്പോൾ ദോശ ഞാൻ കഴിച്ചു നോക്കി. ഇന്ന് നമ്മുടെ പുട്ടിനകത്ത് ഓൾറെഡി ഇതുണ്ട്. അപ്പോൾ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ബാക്കി കറികൾ ടേസ്റ്റ് ചെയ്യാം. നല്ല പുളിയുള്ള ചെമ്മീൻ കറി കൂട്ടി കഴിച്ചത് അതിനകത്ത് ചെമ്മീനുണ്ടല്ലേ? സെയിം തന്നെയല്ലേ? നമ്മളതിന് താറാവ് ഉണ്ടോ നോക്കാം. നല്ല കട്ട ഗ്രേവി ആയിരുന്നു. തേങ്ങാപ്പാൽ. കാരണം ഞാൻ ഇത്തിരി കൂടുതൽ തേങ്ങാപ്പാൽ ഒഴിച്ചു. ശരി, നമ്മളാ ഉണ്ടാക്കിയതല്ലേ? അല്ല, ഇടയ്ക്ക് കൈ തൊട്ടപ്പോൾ പണി കിട്ടി. അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. നമ്മളെ നല്ലൊരു ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയാം. നമ്മൾ പിന്നെ 1-ാം പാൽ മാത്രമല്ല യൂസ് ചെയ്തോളൂ. അതിട്ട് നല്ലതായിട്ട് കുറുക്കുകയും ചെയ്തു. അപ്പോൾ പൊളിച്ചു. തേങ്ങാപ്പാൽ
എന്താ പറയുക, അത് അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ മലയാളികളുടെ കേരള ടേസ്റ്റ് ഫുഡിന്റെ ആണ്. ടേസ്റ്റ് Authentic പ്രധാന food ടേസ്റ്റ് ഉണ്ടാക്കുന്നത് എല്ലാം ഇത് തേങ്ങാപ്പാൽ തന്നെ. ഈ ഇത്തിരി സ്പൈസി ഉണ്ട്, സ്വല്പം സ്പൈസി കൂടുതലുണ്ട്. കറക്റ്റ് അതിന് വേണം. തട്ടുകടയാകുമ്പോൾ പൊതുവേ സ്പൈസി ഫുഡാണ് ആൾക്കാർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇപ്പോഴും. അതുപോലെ നമ്മളെ ഡക്കാകുമ്പോൾ ഇത്തിരി സ്പൈസി വേണം. തറവാടി ആകുമ്പോൾ എന്തായാലും ഇത്തിരി സ്പൈസി ആണ്. അപ്പം ഇനി നമ്മുടെ ചെമ്മീൻ തീയൽ എന്തായാലും നല്ല റിച്ച് ചെമ്മീൻ, ഗ്രേവിയും ചെമ്മീനും. നന്നായിട്ട് ചെമ്മീനുണ്ട്, നന്നായിട്ട് ഗ്രേവിയുണ്ട്. ആ വറവിൻ്റെ തേങ്ങ എല്ലാം തേങ്ങാപ്പാൽ അല്ലെങ്കിൽ സീ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത് കൂടുതലും. നമ്മൾ സ്പെഷ്യലൈസ് അതാണ്. അത് തേങ്ങ വറുത്തരച്ചതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു വറവിൻ്റെ ടേസ്റ്റ് ഉണ്ട്. തീയലാകുമ്പോൾ തീയലിൻ്റെതാണല്ലോ പ്രധാന ഇൻഗ്രീഡിയൻ്റ് അതാണല്ലോ. പിന്നെ നമ്മൾ ഇത്തിരി പാലൊഴിച്ചാണെന്ന് തോന്നുന്നു, നമുക്ക് അറിയുന്നില്ല. പാലൊഴിച്ച് ഇച്ചിരി ഒഴിച്ചു, സ്വല്പം ഒഴിച്ചു തോന്നുന്നു, പക്ഷെ അത് അറിയുന്നില്ല. ഇപ്പം എന്തായാലും സോ വളരെ നന്ദിയുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഏരിയ കൊണ്ടുപോയി 4-സ്റ്റാർ ഹോട്ടലിലും ഫ്രണ്ടിലും നമുക്ക് എന്താ ജനകീയമാക്കാൻ വേണ്ടി കൂടുതൽ ഒരു തട്ടുകട ഇട്ടാലും ഇങ്ങനത്തെ ഡിഷസും അഫോർഡബിൾ റേറ്റ്. ഞാൻ റേറ്റ് നോക്കിയായിരുന്നു. എന്താ പറയുക, നമ്മൾ ഫിഷ് കറി കപ്പ 60 rupees. ഒബ്വിയസ്ലി അത് നമ്മൾ പുറത്ത് പോയാലും ഏകദേശം അതൊക്കെ തന്നെയാവും. അങ്ങനെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സ് ആണ്. എന്തായാലും അപ്പോൾ നമുക്ക് ധൈര്യത്തോടെ വന്ന് 4-സ്റ്റാർ ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കാം. അതും നല്ല നാടൻ ഫുഡ് തട്ടുകടയാണ്. അതെ അതെ. അപ്പോൾ എന്തായാലും ധൈര്യത്തോടെ ഇങ്ങോട്ട് വരിക. അതായത് നമ്മുടെ ഇത് വൈപ്പിൽ നിന്ന് പറവൂർ പോകുന്ന റൂട്ടിൽ തെക്കൻ മാലിപ്പുറത്ത് നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡ് തന്നെ കാണാം നമ്മുടെ സീപോർട്ട് ഹോട്ടൽ, കൊച്ചിൻ സീപോർട്ട് ഹോട്ടൽ. വൈപ്പിൽ നിന്ന് 1 കിലോമീറ്റർ വൈപ്പിൻ ജംഗ്ഷൻ, അതായത് നമ്മുടെ ഗോഷ്ടിപ്പാലം ജംഗ്ഷൻ, അവിടെ നിന്ന് നിയർലി 1 കിലോമീറ്റർ റൈറ്റ് സൈഡിൽ കാണാം. നല്ലൊരു തട്ടുകടയും കാണാം. നവംബർ 1 വരെ, സെപ്റ്റംബർ ഒക്ടോബർ അങ്ങനെ നവംബർ 1 വരെ ഉണ്ട്. എന്തായാലും വേഗം ഇങ്ങോട്ട് വന്നോളൂ. നല്ല നാടൻ ഫുഡുകൾ കഴിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം.